السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ നമ്മൾ റമളാനിൻ്റെ മുമ്പ് അസ്വഹാബ എന്ന പേരിൽ സ്വഹാബിമാരുടെ ചരിത്രങ്ങൾ, ഓരോ സ്വഹാബിമാരുടെ ചരിത്രങ്ങളും വിശദമായിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നാം മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും റസൂലുള്ളാഹിന്റെ ചരിത്രത്തിലെ ഗുണപാഠങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ ചരിത്രത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ്, അത് അടുത്ത ആഴ്ച മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ചരിത്രം പഠിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ ശ്രേഷ്ഠത എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ സ്രോതസ്, അതിന്റെ അവലംബം ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വിശദീകരിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിയറത്തുൻ നബവിയ്യ എന്നുള്ളതാണ്, അഥവാ നബി ചരിത്രം. അറബി ഭാഷയിൽ സാറ യസീറു എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക, യാത്ര ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം വരിക. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, സിറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരാളുടെ ചരിത്രം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിലൂടെ
ആ വ്യക്തി പിന്നിട്ട വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ മരണം വരെയുള്ള സമ്പൂർണമായ ജീവചരിത്രത്തിനാണ് സീറത്തുൻ നബവിയ്യ എന്ന് പറയാറുള്ളത്. എന്തിനാണ് നമ്മൾ നബി ചരിത്രം പഠിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? അതിൽ ഒന്നാമതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ വിഷയം, നമുക്കുള്ള ജീവിത രേഖയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നുള്ളത്. അഥവാ ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ അയാളുടെ മരണം വരെ അയാൾ ഏത് രൂപത്തിൽ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കഴിക്കണം എന്നതിനുള്ള ഒരു ജീവിത രേഖയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നുള്ളത്. നമ്മുടെ ജീവിതം വാർത്തെടുക്കേണ്ട അച്ചാണ് പ്രവാചകന്റെ ചരിത്രം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു പറയാണ്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് അഹ്സാബിന്റെ 21-ാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുക എന്നുള്ളത് അത് കേവലം ഒരു ക്ലാസ് കേട്ടു പോവുക എന്നതിനപ്പുറമായിക്കൊണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട സ്വഭാവ ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി ആദ്യമായി കൊണ്ട് സൂചിപ്പിക്കാം. അല്ലെ, അനുകരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിൽ ഊട്ടപ്പെട്ട വിഷയമാണ്. മറ്റൊരാളെ അനുകരിക്കുക എന്നുള്ളത് എന്താണ്? അത് മനുഷ്യന്റെ ജീവിതത്തിൽ ഊട്ടപ്പെട്ട വിഷയമാണ്. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ കാണാൻ കഴിയും, അവര് നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ അനുകരിക്കും. വല്യുപ്പ നടക്കുന്നത് പോലെ നടക്കും, വല്യുമ്മ ഇരിക്കുന്നത് പോലെ ഇരിക്കും, വാപ്പ ചിരിക്കുന്നത് പോലെ ചിരിക്കും. അപ്പോ അനുകരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ചെറുപ്പ കാലഘട്ടം മുതൽ തന്നെ അയാളുടെ ജീവിതത്തിൽ ഊട്ടപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് സാധാരണ പറയാറുള്ളത്, ഏറ്റവും നന്നായി അനുകരിക്കുന്നവരാണ് കുട്ടികൾ. ഏറ്റവും നന്നായി അനുകരിക്കുന്നവരാണ് കുട്ടികൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലതിനെ അവർക്ക് നിങ്ങൾ അനുകരിക്കാൻ വിട്ടുകൊടുക്കുക എന്നും സാധാരണ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, മറ്റൊരാളെ അനുകരിക്കുക, മറ്റൊരാളുടെ റോൾ മോഡലായി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് അത് മനുഷ്യന്റെ ചെറുപ്പ കാലഘട്ടം മുതൽ തന്നെ മനുഷ്യനെ ഊട്ടപ്പെട്ട വിഷയമാണ്. നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് റോൾ മോഡലാക്കാൻ കഴിയുന്ന ഏക വ്യക്തി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എങ്ങനെയാണ് ഏറ്റവും നല്ലൊരു വിദ്യാർത്ഥി എന്നുള്ളതിൽ പ്രവാചകൻ നമുക്ക് മാതൃകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിതാവ് എന്ന രൂപത്തിൽ മാതൃകയാണ്, ഒരു ഭർത്താവ് എന്ന രൂപത്തിൽ മാതൃകയാണ്, ഒരു നേതാവ് എന്ന രൂപത്തിൽ മാതൃകയാണ്. ലോകത്ത് എത്ര വലിയ മനുഷ്യന്മാരുണ്ടെങ്കിലും, ലോകം അറിയപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിലും, ചിലപ്പോ ചില മേഖലകളിൽ അവർ നമുക്ക് മാതൃകയാണ്, ചില മേഖലകളിൽ നമുക്ക് അവർ മാതൃകയാണെങ്കിലും എല്ലാ മേഖലയിലും മാതൃകയായ ഏക വ്യക്തി ആര് മാത്രമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരിൽ പോലും ഇപ്പൊ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ശരിക്കും ശ്രദ്ധിക്കണേ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി ഒരു ഭരണാധികാരി എന്ന രൂപത്തിൽ നമുക്ക് മാതൃകയല്ല. കാരണം ഈസാ നബിക്ക് എന്ത് ലഭിച്ചിട്ടില്ല? അധികാരം ലഭിച്ചിട്ടില്ല, ഭരണം ലഭിച്ചിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭരണാധികാരി എന്ന രൂപത്തിൽ നമുക്ക് മാതൃകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭർത്താവ് എന്ന രൂപത്തിൽ നമുക്ക് മാതൃകയല്ല. കാരണം ഈസാ നബി കല്യാണം കഴിച്ചിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഒരു ഭർത്താവ് എന്ന രൂപത്തിൽ, പിതാവ് എന്ന രൂപത്തിൽ, വല്യുപ്പ എന്ന രൂപത്തിലൊക്കെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ് എന്നുള്ളതാണ്. അപ്പൊ പ്രവാചകൻ എല്ലാ മേഖലയിലും ഒരു വിശ്വാസിക്ക് മാതൃകയാണ് എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ നബി ചരിത്രം പഠിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? എല്ലാ ബുധനാഴ്ചയിലും ഇങ്ങനെ 8:30 വന്ന് ഒരു 9:10 വരെ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് പ്രവാചക ചരിത്രം പഠിക്കുന്നത് കൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണ്? ഒന്നാമത്തെ നേട്ടം പണ്ഡിതന്മാർ പറയാണ്, ഒന്നാമത്തെ നേട്ടമായിട്ട് പറഞ്ഞു, നബിയോടുള്ള സ്നേഹം
വർദ്ധിക്കുമെന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രവാചകന്റെ ചരിത്രം പഠിക്കുമ്പോൾ വർദ്ധിക്കുമെന്നുള്ളതാണ്. ഒരിക്കൽ നമുക്ക് കൊടുത്ത ഹദീസിൽ കാണാൻ കഴിയും, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹി ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, കുന്ന മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെയായിരുന്നു. അപ്പൊ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഇങ്ങനെ പിടിച്ചു. കൈ പിടിച്ച സമയത്ത് ഫഖാല ലഹു ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, റസൂലേ, എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് താങ്കളെയാണ്. നമ്മളൊക്കെ കേട്ട ചരിത്രമാണ്, ഒക്കെ എല്ലാ ആളുകളും മനസ്സിലാക്കിയ ഹദീസുമാണ്. റസൂലേ, എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് താങ്കളെയാണ്. റസൂലുള്ളാഹിന്റെ മറുപടി, ഉമർ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കാൾ കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാകുകയില്ല. അപ്പൊ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹു അൽആൻ, എങ്കിൽ റസൂലെ, ഈ സമയം മുതൽ എൻ്റെ ശരീരത്തെക്കാളും എനിക്ക് പ്രിയം താങ്കളെയാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ സദസ്സിലില്ല എന്ന പൂർണ്ണ ഉറപ്പ് എനിക്കുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തെക്കാളും നമ്മുടെ പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇനി അടുത്തൊരു ഹദീസ് നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഒരാളും വിശ്വാസിയാവുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളിൽ ഒരാളും എന്തില്ല? മുഅ്മിനാവുകയില്ല. എങ്ങനല്ലാതെ? നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ എന്താവില്ല? വിശ്വാസിയാവുകയില്ല എന്നുള്ളതാണ്. ഇനി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളെക്കാൾ റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബേജാറുണ്ട്, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടമുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആളുകൾ എന്ത് പ്രചരിപ്പിച്ചാലും നമുക്കൊരു പ്രശ്നമില്ല. പ്രവാചകൻ സ്ത്രീലമ്പടനാണ്, പ്രവാചകൻ രക്തക്കൊതിയനാണ്, യുദ്ധക്കൊതിയനാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ? നമ്മുടെ വാപ്പാക്ക് എന്തെങ്കിലും, നമ്മുടെ വാപ്പാനെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരു അപരാധം പറഞ്ഞുണ്ടാക്കിയാല് നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൽബ് പടഞ്ഞിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ആരോപണങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ഈ രൂപത്തിലുള്ള അപവാദങ്ങളും പറഞ്ഞുണ്ടാക്കുമ്പോൾ ആ വിഷയത്തിൽ മനം നൊന്തുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, പ്രവാചക ചരിത്രം പഠിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തൊക്കെ സ്നേഹിച്ച ഓരോ മാതൃകകളുണ്ട്. നമ്മളൊക്കെ ഒരുപാട് ഖുതുബയിലും ക്ലാസ്സിലൊക്കെ കേട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് സ്നേഹിച്ച ഒരു രീതിയുണ്ട്. മഹാനായ അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിന്റെ രണഭൂമിയിൽ, ഹിജറ 3-ാം വർഷം ഉഹദിന്റെ രണഭൂമിയിൽ ശത്രുക്കളായ ആളുകൾ പ്രവാചകനെ വളഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ശത്രുക്കൾ റസൂലുള്ളാഹിനെ വളഞ്ഞു എന്ന് കണ്ടപ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ഓടിയിട്ടുണ്ട്. അങ്ങനെ പ്രവാചകന്റെ അരികിലേക്ക് ഞാൻ ഓടുമ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ അരികിലൂടെ ഒരു കാറ്റ് വീശുന്നത് പോലെ ഒരാൾ ഓടിപ്പോയി. ഞാൻ നോക്കിയപ്പോൾ മഹാനായ അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ ആണി തറച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ പടത്തൊപ്പിയിലുണ്ടായ ആണി റസൂലുള്ളാഹിന്റെ കവിളിൽ തറച്ചിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ കൈ കൊണ്ട് അദ്ദേഹം എടുത്തില്ല. നമ്മളിപ്പോ നമ്മുടെ കയ്യിലോ കാലിലൊക്കെ മുള്ള് കുത്തിയാൽ നമ്മൾ പല്ലുകൊണ്ട് കടിച്ചു കൊടുക്കും. അതേപോലെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പല്ലുകൊണ്ട് റസൂലുള്ളാഹിന്റെ കവിളിൽ തറച്ച ആണി പറിച്ചെടുത്തു. ആണി പറിച്ചെടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള 2 പല്ല് നഷ്ടമായി എന്നുള്ളതാണ്. അങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നല്ല തണുപ്പുള്ള ഒരു രാത്രി മദീനയിലെ ആളുകൾ, മദീനയിലെ മുനാഫിക്കീങ്ങളായ ആളുകളൊക്കെ റസൂലുള്ളാഹിനെ ആക്രമിക്കുമോ എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിരിക്കുന്ന ഒരു ദിവസം. അപ്പൊ പ്രവാചകനും ആയിഷ ബീവിയാണ് വീട്ടിലുള്ളത്. പ്രവാചകൻ ആയിഷ ബീബിനോട് പറയാണ്, ആയിഷ, ഇന്ന് രാത്രി ആരാണ് എനിക്ക് വേണ്ടി കാവൽ നിൽക്കുക എന്ന് ആയിഷ ബീബിനോടാണ് പറയുന്നത്. ഇത് പറയുന്ന സമയത്ത് അവരെ വീടിന്റെ പുറത്ത് നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. പ്രവാചകൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നപ്പോ വാളുമായി മഹാനായ അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു പുറത്തുണ്ട്. റസൂലുള്ളാഹിന്റെ ചോദ്യം, അബൂ ഉബൈദ, താങ്കൾ എന്തിനാണ് വന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, അള്ളാഹിന്റെ റസൂലെ, ഞാൻ വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യ വിരിച്ച വിരിപ്പില് ആ ബെഡിൽ ഇങ്ങനെ സമാധാനമായി സുരക്ഷിതമായിട്ട് ഞാൻ കിടക്കുമ്പോൾ ഞാൻ ആലോചിച്ചൊരു രംഗമുണ്ട്. എൻ്റെ ഹബീബ് ഈ സമയത്ത് പ്രയാസപ്പെടുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ആരോ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി, എൻ്റെ പ്രവാചകൻ ഈ സമയത്ത് സുരക്ഷിതനല്ല. അതുകൊണ്ട് എൻ്റെ ഉറയിലുള്ള വാളൂരി ഞാൻ നിങ്ങൾക്ക് കാവൽ നിൽക്കാൻ വേണ്ടി വന്നതാണ്. ആയിഷ ബീബി പറയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ ശക്തമായ തണുപ്പുള്ള സമയമായിരുന്നു. ആ തണുപ്പുള്ള സമയത്തും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി കാവൽ നിന്നു അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു. അവര് റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ട്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉഹദ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പൊ പറയും ഉഹദ് ത്വൽഹന്റെ യുദ്ധമാണ്. നമ്മൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശദീകരിച്ചപ്പോൾ അത് മുഴുവനായിട്ട് പറഞ്ഞിരുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹിക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലത് കൈകൊണ്ട് റസൂലുള്ളാഹിനെ അദ്ദേഹത്തിന്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടത്തെ കയ്യിൽ വാള് വാങ്ങിക്കൊണ്ട് അദ്ദേഹം ശക്തമായി കൊണ്ട് പോരാടി. ചരിത്രം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തലക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വിരൽ അറ്റുപോയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഗത്ത് വിട്ടുകൊള്ളാത്ത ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശരീരം മുഴുവനും പരിക്ക് ഏൽക്കേണ്ടി വന്ന സ്വഹാബിയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു. അവസാനം അദ്ദേഹം എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉഹുദിന്റെ ഭാഗത്ത് ഒരു ഉയർന്നൊരു പാറയുണ്ട്. ആ പാറന്റെ മുകളിലേക്ക് റസൂലുള്ളാഹിനെ കയറ്റാൻ വേണ്ടി കൊണ്ടുപോയി. പ്രവാചകന് ആ പാറയുടെ മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല. അപ്പൊ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹം കുനിഞ്ഞു നിന്നു. അദ്ദേഹത്തിന്റെ മുതുക് റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തു. ആ മുതുകിൽ ചവിട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാറയുടെ മുകളിൽ കയറി. പാറന്റെ മുകളിൽ കയറിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, ഔജബ ത്വൽഹ, ത്വൽഹ, നിങ്ങൾക്ക് നിർബന്ധമായിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് സ്വർഗം എന്നുള്ളത് നിർബന്ധമായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹുബൈബുൽ അൻസാരി റളിയല്ലാഹു അൻഹു, പ്രവാചകൻ 10 പേരെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചു. ആ 10 പേരെ ബദറിന് ശേഷമാണ് ഈ സംഭവം. ശത്രുക്കളായ ആളുകൾ പിടിച്ചു. അള്ളാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കുമാറ് ദേഷ്യമുള്ള സമയത്താണ് ഖുറൈശികളായ ആളുകൾക്ക് ഈ 10ഓളം സ്വഹാബത്തിനെ ലഭിക്കുന്നത്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവര് തൻഈമിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. അഥവാ ഇന്ന് മസ്ജിദ് ആയിഷക്കുള്ള ആ ഒരു ഭാഗത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തെ കുരിശിലേറ്റാനുള്ള കുരിശുമരം അദ്ദേഹം കാണുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട്, മക്കയിലെ മുശ്രിക്കുകൾ പറയാണ്, ഹുബൈബെ, നിന്റെ ഭാര്യയോടൊപ്പം നിന്റെ മക്കളോടൊപ്പം നിനക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാം, പകരം നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്റെ ഈ സ്ഥാനത്ത് റസൂലുള്ളാഹിയായിരുന്നെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അഥവാ ഈ കുരിശ് മരത്തിൽ എനിക്ക് പകരം പ്രവാചകനേറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയണ്ട, എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അതിന് ഹുബൈബ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോമത്തില് ഒരു കാര്യം തട്ടുന്നത് പോലും എനിക്ക് ഇഷ്ടാകുന്നില്ല, പ്രവാചകന്റെ ശരീരത്തിൽ ചെറിയ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് പ്രവാചകന്റെ ശരീരത്തിലേക്ക് മാരകമായ അമ്പുകൾ കൊണ്ടും കുന്തങ്ങൾ കൊണ്ടും കുത്തുന്നത് ഞാൻ സഹിക്കുക? നിങ്ങൾ പ്രവാചകന് പകരം എന്നെ കുരിശിലേറ്റിക്കോ, എനിക്കൊരു പ്രയാസമില്ല. അവര് കുരിശിലേറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അവസാനം അദ്ദേഹം അവരോട് ചോദിച്ചു, റക്അത്തൈൻ, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്, അതിന് അനുവാദം തരുമോ? വേറൊന്നും വേണ്ട, 2 റക്അത്ത് നിസ്കരിക്കാൻ ഒരു ആഗ്രഹമുണ്ട്, അതിനുള്ള അനുവാദം തരുമോ? അവർ അനുവാദം കൊടുത്തു. 2 റക്അത്ത് നിസ്കരിച്ച് പെട്ടെന്ന് മടങ്ങി വന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യം ശത്രുക്കളായ ആളുകൾ മരത്തിന്റെ ആണി അടിക്കുന്നത് അദ്ദേഹത്തിന്റെ വലത് കൈയിലാണ്. വലതിന്റെ ഉള്ളം കയ്യിൽ ആണി അടിച്ച്, രണ്ടാമത്തെ ഇടത്തെ കയ്യിലടിച്ച്, മൂന്നാമത് അദ്ദേഹത്തിന്റെ കാലിന്റെ നെരിയാണിന്റെ ഭാഗത്തേക്ക് അടിച്ചപ്പോൾ അദ്ദേഹം കാലൊന്ന് വലിച്ചു. കാരണം വേദന സഹിക്കണില്ല. പച്ച മാംസത്തിലേക്ക് മരത്തിന്റെ ആണി ഇങ്ങനെ അടിച്ചു കയറ്റുമ്പോൾ എത്ര വേദന ഉണ്ടാകും?
വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം പാടിയ ഒരു കവിതയാണ് വലസ്തു ഉബാലി ഹീന ഉഖ്താലു മുസ്ലിമ അലാ ഇശിക്കിൻകാന ലില്ലാഹി മസ്റഈ. എനിക്ക് നിങ്ങളോട് ഒരു പരാതി ഇല്ല കേട്ടോ, എനിക്ക് നിങ്ങളോട് ഒരു വെറുപ്പില്ല. കാരണം ഖുബൈബ് മരിക്കണത് ഈമാനോടുകൂടി മുസ്ലിമായിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചുകൊണ്ട് ഖുബൈബ് അൻസാരി റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. അല്ലെ, എന്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കണം. ഉമ്മ അമ്മാറ എന്ന് പറയുന്ന ഒരു സ്വഹാബി വനിത ജീവിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് മാതൃകയാണ്. ഉഹദിന്റെ രണഭൂമിയിൽ മുറിവ് പറ്റുന്ന ആളുകൾക്ക് ചികിത്സ നൽകാൻ വേണ്ടിയിട്ടാണ് ഉമ്മ അമ്മാറ റളിയല്ലാഹു അൻഹ വന്നത്. അവർ കാണുകയാണ് പ്രവാചകൻ ശത്രുക്കളായ ആളുകൾ റസൂലുള്ളാഹിനെ വളഞ്ഞപ്പോ പല സ്വഹാബികളും തിരിഞ്ഞോടിയിട്ടുണ്ട്. അപ്പം ഉഹുദിന്റെ രണഭൂമിയിൽ റസൂലുള്ള ഒറ്റപ്പെട്ടു എന്ന് കണ്ടപ്പോ ഉമ്മ അമ്മാറ എന്ന് പറയുന്ന സ്വഹാബി വനിത മുമ്പിലേക്ക് നിന്നിട്ടുണ്ട്. റസൂലുള്ള പറയാണ്, ഞാൻ മുമ്പിലേക്ക് നോക്കുമ്പോൾ ഉമ്മ അമ്മാറയെ കണ്ടിട്ടുണ്ട്, ഞാൻ പുറകിലേക്ക് തിരിഞ്ഞപ്പോഴും ഉമ്മ അമ്മാറയെ കണ്ടിട്ടുണ്ട്. എന്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും സംരക്ഷണ കവചമായി നിന്നത് ഉമ്മ അമ്മാറ എന്ന് പറയുന്ന സ്വഹാബി വനിതയാണ്. അവരൊക്കെ ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുണ്ട്. അല്ലെ, നമ്മൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച്, ആ വ്യക്തിയെ കുറിച്ച് പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നമുക്ക് അറിയാം. അല്ലെ, നമ്മൾ ഇന്ന് ഇഷ്ടപ്പെടുന്ന കായിക താരങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ, അയാൾ എവിടെ ജനിച്ചു, എത്ര വരെ പഠിച്ചിട്ടുണ്ട്, അയാളുടെ വീട് എവിടെയാണ്, കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, നാട് എവിടെയാണ്, തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും നമുക്കറിയാം. അല്ലെ, ഇപ്പൊ നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നത്, ഓരോ രാഷ്ട്രീയ നേതാവും കഴിഞ്ഞ വർഷത്തിൽ എത്ര വോട്ട് വാങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചത് ഏത് പഞ്ചായത്തിലാണ്, തുടങ്ങിയ A to Z കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേര് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും. അത് 9 ആണോ 11 ആണോ നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. റസൂലുള്ളാഹിക്ക് എത്ര മക്കളുണ്ട് നമുക്കറിയില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ മക്കൾ എത്ര മക്കളുണ്ട് നമുക്കറിയാം. ആ മക്കൾ എവിടെ പഠിക്കുന്നുണ്ട് നമുക്കറിയാം. അവരിപ്പോ എന്താ ചെയ്യണത് നമുക്കറിയാം. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ 7 മക്കളെ കുറിച്ച് നമുക്കറിയോ? നമുക്കറിയും. വളരെ ഗൗരവത്തിലാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചക ചരിത്രം പഠിക്കുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ നേട്ടം, റസൂലുള്ളാഹിനെ നമ്മൾ ഇഷ്ടപ്പെടും, പ്രവാചകനോടുള്ള ഇഷ്ടം വർദ്ധിക്കുമെന്നുള്ളതാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. രണ്ടാമത്തെ വിഷയമായിട്ട് പണ്ഡിതന്മാര് പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അടുത്തറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാണ്, റസൂലുള്ളാഹിന്റെ സ്വഭാവം എന്തായിരുന്നു? നമ്മുടെ ഉമ്മയോട് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എന്താണ്? ആയിഷ ബീബിയുടെ മറുപടി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, കാന ഖുർആനൻ യംശി അലൽ അർദ്, ഭൂമിയിലൂടെ നടക്കുന്ന ഒരു ഖുർആനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത്. അഥവാ ഖുർആനിന്റെ ഒന്നാമത്തെ തഫ്സീറാണ് നബിയുടെ ജീവിതം. നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും പഠിക്കുമ്പോൾ അതിന് ഓരോന്നിനും സബബ് നുസൂൽ ഉണ്ട്. എന്താ സബബ് നുസൂൽ എന്ന് പറഞ്ഞാല് ആ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം. ആ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹിന്റെ ജീവിതവുമായി ബന്ധമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഏതാണ് സൂറത്ത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ്? മക്കയിലെ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹിനോട് വന്ന് ചോദിക്കാണ്, ഇൻസിബ് ലനാ റബ്ബുക്, നീ നിന്റെ റബ്ബിന്റെ പരമ്പര പറയ എന്ന് പറഞ്ഞു. അഥവാ പരമ്പരക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഖുറൈശികളായ ആളുകൾ. റസൂലുള്ളാഹിന്റെ പേര് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ ഉപ്പ ഹാഷിം, ഹാഷിമിന്റെ ഉപ്പ അബ്ദു മനാഫ്, അബ്ദു മനാഫിന്റെ ഉപ്പ ഖുസയ്യ, കിലാബ്, മുർറ, കഅബ്, ലുഗയ്യ, ഗാലിബ്, ഫിഹ്ർ, മാലിക്, നദർ, കിനാന, അദിയ, അദിനാൻ. അപ്പൊ ഇങ്ങനെ പ്രവാചകന്റെ അല്ലെങ്കിൽ ആ കുടുംബ പരമ്പരക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പൊ ഈ പ്രവാചകനോട് വന്ന് ചോദിക്കാണ്, റസൂലുള്ളാഹിന്റെ പ്രവാചകനോട് ചോദിക്കാണ്, അള്ളാന്റെ ഉപ്പാന്റെ പേരെന്താ? നിന്റെ അള്ളാഹുവിന്റെ പരമ്പര പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് ഖുർആൻ ഇറങ്ങുന്നത്, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ആരാണ്? ഏകനാണ് എന്നുള്ളത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും, സൂറത്ത് അബസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മക്കയിലെ പ്രധാനികളായ ആളുകൾക്ക് ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു മുമ്പിലേക്ക് വന്നു. അപ്പൊ പ്രവാചകൻ അദ്ദേഹത്തെ പരിഗണിക്കാതെ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. പ്രവാചകന്റെ മുഖം ഒന്ന് തിരിഞ്ഞു. അള്ളാഹു വിശുദ്ധ ഖുർആന്റെ ആയത്തിറക്കി അന്ധനായ വ്യക്തി സ്വഹാബി വന്നപ്പോൾ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? മുഖം തിരിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ തഫ്സീറാണ് റസൂലുള്ളാഹിന്റെ ജീവിതം എന്നുള്ളത്. അപ്പൊ പ്രവാചകന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതുമൂലം നമുക്ക് പഠിക്കുന്നത് എന്താണ്? വിശുദ്ധ ഖുർആനാണ് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതുമൂലം നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ പാണ്ഡിത്യമാണ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പണ്ഡിതന്മാര് പറഞ്ഞു പ്രവാചക ചരിത്രം നമുക്ക് പ്രതീക്ഷ നൽകുമെന്നുള്ളതാണ്. അല്ലെ, ഒരാള് അനാഥത്വം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, യതീമായി എന്നുള്ള വിഷയം കൊണ്ട് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അനാഥനായ പ്രവാചകന്റെ ജീവിതം അയാൾക്ക് മാതൃകയാണ്. അല്ലെ, സന്താനങ്ങൾ നഷ്ടപ്പെട്ടിട്ട് അള്ളാഹുവിനെ കുറിച്ച് മോശമായിട്ട് ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ 7 മക്കളിൽ 6 മക്കളും മരണപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6 മക്കളും മരിച്ചിട്ടുണ്ട്. ആ 6 മക്കളും മരിക്കുമ്പോൾ ഒരു പിതാവ് ഏത് രൂപത്തിലാണ് ക്ഷമിക്കണത്, സഹിക്കണത് എന്ന് റസൂലുള്ളാഹിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇനി കുടുംബത്തിലും നാട്ടിലൊക്കെ ദീന് സ്വീകരിച്ചു എന്നുള്ള കാരണത്തിന്റെ പേരിൽ ഒരാൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ്. അഥവാ ഒരു മനുഷ്യന്റെ സുഖത്തിലും ദുഃഖത്തിലും അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ് എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ് ആയിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു നബിയുടെ ജീവിതം അത്ഭുതകരമാണ് എന്നുള്ളതാണ്. അഥവാ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ പ്രവാചകന് ധാരാളം മുഅ്ജിസത്തുകൾ, അമാനുഷിക കഴിവുകൾ ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രനെ റസൂലുള്ള പിളർത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നുമല്ല, എഴുതാനും വായിക്കാനും അറിയാത്ത 40 വയസ്സ് കഴിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിലെ ബുദ്ധിജീവികളെ പോലും ഉത്തരം മുട്ടിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ വലിയ ചരിത്രകാരന്മാരാണെന്ന് വാദിച്ചിരുന്ന ആളുകൾക്ക് പോലും അറിയാത്ത അറേബ്യക്ക് പുറത്തുള്ള ചരിത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിഞ്ഞിരുന്നു. അപ്പൊ പ്രവാചകന്റെ ജീവിതം നമുക്ക് അത്ഭുതകരമാണ്. അഞ്ചാമതിനെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 5ാമത്തെ പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ അടുത്തറിയാൻ കഴിയുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി പറഞ്ഞു ഖൈറുൻ നാസി ഖർനി, എന്റെ സമൂഹമാണ്, എന്റെ തലമുറയാണ് ഏറ്റവും ഉത്തമമായ തലമുറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. ഇവരുടെയൊക്കെ ചരിത്രം നമുക്ക് പ്രവാചകന്റെ ജീവചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോ റസൂലുള്ളാഹിന്റെ ജീവചരിത്രം നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി അവസാനത്തെ ഒരു പോയിന്റ്, നബി പ്രവാചകന്റെ ചരിത്രം പഠിക്കാനുള്ള സ്രോതസ് എന്താണ്, അതിന്റെ അവലംബം എന്താണ്, എങ്ങനെയാണ് നമുക്ക് റസൂലുള്ളാഹിന്റെ ചരിത്രം പഠിക്കാൻ കഴിയുക? അതിൽ ഒന്നാമത്തെ വിഷയം ഖുർആനാണ്. ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയും. 2, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അല്ലെ, ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. കുതുബു സിത്ത എന്ന് പറയുന്ന 6 ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും അബൂദാവൂദിന്റെയും തുർമുദിയുടെയും ഇബ്നു മാജയുടെയും തുടങ്ങിയ 6 പണ്ഡിതന്മാര് ക്രോഡീകരിച്ച ഗ്രന്ഥം എല്ലാം പാടെ ചേർന്നതാണ് കുതുബു സിത്ത എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഗ്രന്ഥത്തിലൂടെ റസൂലുള്ളാഹിന്റെ ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയും. ഇത് മാത്രമാണോ ഹദീസ് ഗ്രന്ഥമായിട്ടുള്ളത്? അല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹിയുടെ മുസ്നദ് അഹ്മദ് ഉണ്ട്, മുസന്നഫ് അബ്ദുർ റസാഖ് ഉണ്ട്, മുസന്നഫ് ഇബ്നു അബി ശൈബയുണ്ട്. ഇമാം മാലിക്കിന്റെ ലോകത്താദ്യമായി രചിച്ച ഹദീസ് ഗ്രന്ഥം ഇമാം മാലിക് രചിച്ച മുവത്തയാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി രചിച്ച നമുക്കൊക്കെ അറിയുന്ന അൽ അർബഊന നബവിയ്യ, റിയാദുസ് സ്വാലിഹീൻ എന്ന് തുടങ്ങുന്ന ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ റസൂലുള്ളാഹിന്റെ ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പൊ പ്രവാചകന്റെ ചരിത്രം പഠിക്കാനുള്ള അവലംബം 1 ഖുർആനാണ്, 2 ഹദീസാണ്, 3ാമത്തത് ചരിത്ര ഗ്രന്ഥങ്ങളാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബാൻ ബിൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ട് ചരിത്രത്തിൽ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആബാൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം താബിയാണ്. താബിയായ ആ വ്യക്തി തന്നെ ആദ്യമായി കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിക്കുന്നതൊക്കെയായ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഉർവത്ത് ബിൻ സുബൈർ റഹിമഹുല്ലാഹ്, സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉർവത്ത് ബിൻ സുബൈർ. അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഉർവയുടെ ശിഷ്യനായ ഇബ്നു ശിഹാബ് അസ്സുഹരി എന്ന് പറയുന്ന വ്യക്തി രചിച്ച അൽ മഗാസി എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന ചരിത്ര യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങളാണ് കൂടുതലായി കൊണ്ടും ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോ ഈ വ്യക്തി അൽ മഗാസി എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, ഇബ്നു ശിഹാബ് അസ്സുഹരി എന്ന് പറയുന്ന വ്യക്തി. പിന്നീട് കടന്നു വരുന്നത് ഇബ്നു ഇസ്ഹാഖ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം സീറത്ത് ഇബ്നു ഇസ്ഹാഖ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇബ്നു ഹിശാം രചിച്ച സീറത്തുൻ നബവിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥം. പിന്നീട് നമുക്ക് കാണാൻ കഴിയും ഇമാം തൊബരി രചിച്ച താരിഖ് തൊബരി, ഇബ്നു കസീർ രചിച്ച അൽ ബിദായ വൻ നിഹായ, ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് രചിച്ച സാദുൽ മആദ് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് ചരിത്രം പഠിക്കാൻ കഴിയുന്നതാണ്. ഇനി പ്രവാചകന്റെ ചരിത്രത്തിൽ ഓരോ വിഷയങ്ങളിൽ മാത്രമായിട്ട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം ഉണ്ട്. ഇതാണ് ഗ്രന്ഥം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഷമാഇലുൻ നബി എന്ന് പറയുന്ന തുർമുദി രചിച്ച ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് കൂടുതലായിക്കൊണ്ടും വിശദീകരിച്ചിട്ടുള്ളത്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ അത്ഭുതകരമായ സംഭവങ്ങൾ, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകൾ, ഈ കാര്യങ്ങൾ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് ഇമാം ബൈഹഖി റഹ്മഹുല്ലാഹ് ദലായിലുൻ നബുവ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കി, ഓരോ വിഷയത്തിലും റസൂലുള്ളാഹിന്റെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നതായ ഓരോ ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇനി എന്തിനേറെ ആധുനിക കാലത്തെ പണ്ഡിതന്മാർ, ഇതിലെ ചരിത്രങ്ങളുടെ പ്രവാചകന്റെ ചരിത്രം വിശദീകരിക്കുന്ന ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ട്. അതില് വ്യക്തിപരമായി കൊണ്ട് എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു അടുക്കും ചിട്ടയുള്ള വളരെ മനോഹരമായി തോന്നിയ ഒരു ഗ്രന്ഥമുണ്ട്. അത് മഹാനായ സഫിയുർ റഹ്മാൻ അൽ മുബാറക്ഫൂരി എന്ന് പറയുന്ന വ്യക്തി രചിച്ച ഗ്രന്ഥമാണ് റഹീഖുൽ മഖ്തൂം. ഈ ഗ്രന്ഥത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സഫിയുർ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ഉത്തർപ്രദേശിലുള്ള ഭാഗത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അഥവാ 1979 റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഒരു മത്സരം നടത്തി. ആധുനിക കാലത്തിന് അനുയോജ്യമായി കൊണ്ട് റസൂലുള്ളാഹിന്റെ ചരിത്രം ആരാണ് രചിക്കുക എന്ന രൂപത്തിൽ ഒരു മത്സരം. അങ്ങനെ ആ ഒരു മത്സരത്തിൽ 400ഓളം പണ്ഡിതന്മാർ പങ്കെടുത്തിട്ടുണ്ട്. 400ഓളം പണ്ഡിതന്മാർ പങ്കെടുത്തിട്ട് ഇന്ത്യക്കാരനായ അറബി അല്ലാത്ത സഫിയുർ റഹ്മാൻ അൽ മുബാറക്ഫൂരി എന്ന് പറയുന്ന പണ്ഡിതൻ രചിച്ച റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനാണ് 1ാം സമ്മാനം കിട്ടിയത്. അതിന്റെ മലയാളം ഇതാണ്. അതിന്റെ മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, അറബിയിലും ഉണ്ട്. ഈ രൂപത്തിൽ സഫിയുർ റഹ്മാൻ അൽ മുബാറക്ഫൂരി എന്ന് പറയുന്ന പണ്ഡിതൻ രചിച്ച റഹീഖുൽ മഖ്തൂം എന്നുള്ള ചരിത്ര ഗ്രന്ഥം നമുക്ക് പഠിക്കാനും വായിക്കാനും ഏറ്റവും അനുയോജ്യമായ ഗ്രന്ഥമാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ വിശദീകരിക്കുന്നുണ്ട്, ഉസ്താദ് ഈ ഗ്രന്ഥം രചിക്കാൻ വേണ്ടി 4 മാസം മാറിയിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ലൈബ്രറിയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാനും മലമൂത്ര വിസർജനത്തിനും നമസ്കാരത്തിനല്ലാതെ അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടില്ല. ബാക്കിയുള്ള സമയം മുഴുവനും ഈ ഗ്രന്ഥം രചിക്കാൻ വേണ്ടി അദ്ദേഹം മാറിയിരുന്നു എന്നുള്ളതാണ്. നോക്കി, ഇന്ത്യക്കാരനായ അറബി അല്ലാത്ത ഒരു പണ്ഡിതൻ അറബിയിൽ ഗ്രന്ഥം രചിച്ചപ്പോൾ 400-ലധികം ഗ്രന്ഥങ്ങൾ വന്നിട്ടും അതിൽ 1ാം സമ്മാനം കിട്ടിയത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാണ്. നോക്കി, ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ രചിച്ച അല്ലെങ്കിൽ പ്രവാചകന്റെ ചരിത്രം വിശദീകരിക്കുന്ന ഒട്ടനവധി ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ ഇന്ന് വിശദീകരിച്ച ഒരു കാര്യം, പ്രവാചകന്റെ ചരിത്രം പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്, ഇനി പ്രവാചകന്റെ ചരിത്രം പഠിച്ചാൽ നമുക്കുള്ള നേട്ടം എന്താണ്, പ്രവാചകന്റെ ചരിത്രം പഠിക്കാനുള്ള സ്രോതസ്, അതിന്റെ അവലംബം എന്താണ് എന്നുള്ളത് മാത്രമാണ് വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ പ്രവാചകന്റെ മാതാപിതാക്കളെ കുറിച്ചും റസൂലുള്ളാഹിന്റെ പേരും പ്രവാചകന്റെ മക്കളും പ്രവാചകന്റെ ഭാര്യമാരും
റസൂലുള്ളാഹിന്റെ അമ്മായിമാരും അമ്മാവന്മാരും തുടങ്ങിയ മുഴുവൻ വിഷയങ്ങളും വിശാലമായിട്ട് തന്നെ വിശദീകരിച്ചു പോകണം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അറബി ഭാഷ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് കുവൈത്തിൽ ജീവിച്ചിരിക്കുന്ന അറിയപ്പെട്ട അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ് നവാഫ് മുഹമ്മദ് സാലിം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ പ്രവാചക ചരിത്രം എന്ന വിഷയത്തിൽ ധാരാളം എപ്പിസോഡുകൾ അദ്ദേഹം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ മാത്രം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അറബി കേട്ടാൽ മനസ്സിലാകുന്ന ആളുകൾ അതും അവലംബിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ വിശദീകരിക്കുക. അല്ലാഹു പ്രവാചകന്റെ ചരിത്രം പഠിക്കുവാനും അതിലൂടെ പ്രവാചകനെ ഇഷ്ടപ്പെടുവാനും അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടുത്ത ക്ലാസ് മുതൽ റസൂലുള്ളാഹിന്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കടക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ആമുഖം എന്ന രൂപത്തിൽ പ്രവാചക ചരിത്രത്തിന്റെ പ്രാധാന്യവും അതിന്റെ സ്രോതസ്സും അതിന്റെ അവലംബവുമാണ് വിശദീകരിച്ചത്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും അത് മുഖേന സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളത് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.